ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 219 യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡല് എന്താണ് കുറച്ച് ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് ബേസിക് ഫിലോസഫി ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റേഷനിൽ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റും നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിന് എന്താണ് ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഡോഗിന്റെ ആയിരുന്നു ഒരു എക്സാമ്പിൾ എന്ന് തോന്നുന്നു. നമ്മൾ ഡോഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാ, ഡോഗ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബിഹേവിയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് 4 ലെഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇയർ, അതിന്റെ കളർ, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് വാക്കിംഗ് ആണ്, അതുപോലെ തന്നെ അത് ഏതാണ് സംഭവം ഈറ്റ് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിന്റെ ബിഹേവിയർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങളത് പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ഒബ്ജക്റ്റ്, റിയൽ വേൾഡിൽ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിന് ബിഹേവിയർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ പോപ്പുലാരിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ടെക്നിക് ഈസ് ദാറ്റ് എൻകറേജ് ഷെയറിംഗ് ഡിഫറെന്റ് ലെവൽസ്. ഓക്കെ, inheritance is the one of the main advantages of any oriented language. അപ്പൊ ഇൻഹെറിറ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്, ഇവിടെ എന്ന് പറയണമെങ്കിൽ നമ്മുടെ ബേസിക് കോഡ്, ഇപ്പൊ ഒരു ഫസ്റ്റത്തെ ഒരു ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിന് ബേസിക് കോഡ് ഉണ്ടായിരിക്കും അല്ലെ. ആ ക്ലാസ്സിൽ നിന്നാണ് അടുത്ത് ഡിറൈവ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഒബ്ജക്റ്റ് ഫങ്ഷൻസ് ഒക്കെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിയിലൂടെ മീൻ ചെയ്യുന്നത്. Inheritance of data structure and behavior allows for common structure in designing subclasses and developing new class with less effort. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഡിറൈവ്ഡ്, അതായത് ഒരു ബേസിസ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ബേസിസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ സബ് ക്ലാസ്സുകൾ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത്, ആ ഈ ഒരു സൂപ്പർ ക്ലാസ്, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്ന്, മെയിൻ ക്ലാസ്സിൽ നിന്ന് എന്താണ് സ്ട്രക്ചറും ബിഹേവിയറും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സബ് ക്ലാസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ലെസ് എഫേർട്ടിൽ തന്നെ നമുക്കത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് അപ്രോച്ച് ഈസ് നോട്ട് ഓൺലി അലൗസ് ഇൻഫോർമേഷൻ ഷെയറിംഗ് on and reuse within the application but also provides foundation for future project enhancement. അപ്പൊ ഈ ഒരു ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ നമ്മുടെ എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, അങ്ങനെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, അങ്ങനെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പൊ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകണമെന്ന് മാത്രം. However, object-oriented development does not guarantee reusable and enhancement, require more general system design. Okay, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് പറ്റില്ല, റിയൂസബിലിറ്റിക്കും എൻഹാൻസിങ്ങിനും എന്നാണ് പറയണത്. ഓക്കെ, ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് വെക്കാം. Emphasis on object structure, not on operation implementation. Okay, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് in object orientation the major emphasis is given to specify the characteristics of the object. Okay, ഞാൻ പറഞ്ഞു നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഓരോ ടേംസിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ നടക്കുന്നത്. ഓക്കെ, in a system rather than the implementation of these characteristics, the use of an object depend highly on the facts of the application and regular changes during the development. അപ്പൊ ഈ ഒരു അപ്ലിക്കേഷന്റെ കേസ് നമുക്ക് എന്താണ്, ഓരോ കേസ് വരുമ്പോഴും നമുക്ക് എന്താണ്, ഓരോ സ്റ്റെപ്സ് വരുമ്പോഴും എന്താണ്, ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റെഗുലർ ആയിട്ട് ഡെവലപ്മെന്റിൽ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാതും എന്താണ്, ഈ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ മുന്നേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലിനിക്കിനെ കുറിച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് ക്ലിനിക്കിൽ നമുക്ക് അപ്ഡേഷൻസ് വരുമ്പോ എങ്ങനെയാണെങ്കിൽ
ഇപ്പൊ ഇതിനകത്ത് ഡോക്ടർ ഉണ്ട്, ഞാൻ പറഞ്ഞു പേഷ്യന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പേഷ്യന്റിനെ ബുക്കിംഗ് ചെയ്യണമെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് അവിടുത്തെ ഡോക്ടറിന്റെ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ. ആ ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റിന് ഇന്ന ദിവസം നമുക്ക് ഡേറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ എന്താണ് ആ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. Object orientation design (OOAD) emphasizes the essential properties of an object in a system rather than the implementation procedure. Okay, അപ്പോൾ ഇംപ്ലിമെന്റേഷൻ പ്രൊസീജിയേഴ്സിനേക്കാളും കൂടുതലും എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിൽ വരുന്നത് കൂടുതലും അതിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റേഷന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. അതായത് അതിന്റെ അബ്സ്ട്രാക്ഷന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്, എൻകാപ്സുലേഷൻ, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഡിസൈനിങ് സെക്ഷനിൽ നമുക്ക് വരുന്നത്. ഓക്കെ, this approach ensures secure software system producing well-designed applications that satisfy both the customer and the programmer. അപ്പോൾ പ്രോഗ്രാമറിനും കസ്റ്റമറിനും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സിസ്റ്റം തന്നെയാണ് എന്ത് നമ്മുടെ OOAD വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കാരണം അതിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണെന്നുള്ള രീതിയിലാണ് നമുക്കിത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്കൊന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിഗ്രി ബേസിസിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്നും ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ നോക്കാനായിട്ട് പോവാണ്. In object-oriented analysis and designing process, object-oriented principles are used. Okay, കാരണം എന്താണ് object-oriented concept ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. These principles and flexibility, maintainability and extensibility to software. Okay, അപ്പൊ ഈ പ്രിൻസിപ്പിൾ കറക്റ്റ് എന്തിനാണ്? നമ്മുടെ സോഫ്റ്റ്വെയറിനെ മോർ ഫ്ലെക്സിബിൾ ആക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റ്റെൻസിബിൾ ആക്കാനുമായിട്ടാണ് നമ്മളെ ഈ പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്യുന്നത്. ഓൾസോ applications of these principles in OOAD provide reusable design. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിന്റെ റീയൂസബിൾ ഡിസൈന് വേണ്ടിയിട്ടും ഈ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ ആണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് നമുക്ക് നോക്കാം. അബ്സ്ട്രാക്ഷൻ ഈസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ that involves simplify complex system by hiding unnecessary details and exposing only the relevant features. അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രം എക്സ്പോസ് ചെയ്യുക, പ്രൊജക്ട് ചെയ്ത് നിർത്തുക. ബാക്കിയുള്ള അതിന്റെ അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു കാർ, റിയൽ ലൈഫിലെ കാറ് അല്ലെങ്കിൽ മൈക്രോവേവ്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആ കാറിന്റെ എഞ്ചിൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണേ, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ഏതൊക്കെ അൽഗോരിതംസ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതൊന്നും ഒരു കാർ ഓടിക്കുന്ന വ്യക്തിക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അതിന്റെ എല്ലാ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അൺനെസസറി ആണ് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതും എന്താണ്? ഹൈഡിങ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എക്സ്പോസ് ചെയ്യുക അല്ലെ. അതിന്റെ ഗിയറിങ്, അതിന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങള്, അല്ലെങ്കിൽ അതിന്റെ മിററിംഗ് എല്ലാം പൊസിഷൻസ്, അതിന്റെ പെട്രോൾ ആണോ ഡീസൽ ആണോ, അങ്ങനെ അതിന് A to Z ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്താണ് എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അതിന്റെ ഡിസൈൻ, കളറ്, സീറ്റ്, അതിന്റെ ഓരോ എന്താണ് റിമോട്ട് കൺട്രോളിംഗ് ആണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും അതിന് റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള അത് എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു അബ്സ്ട്രാക്ഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോർ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിളിൽ വരുമ്പോൾ. ഇനി അടുത്തതാണ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ പോലെ, ഈ പേര് പോലെ തന്നെയാണ്, ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഉള്ളത്. കാരണം എന്താണ്? അതിന്റെ ഫങ്ഷൻസ് എല്ലാതും അതിന്റെ ഇൻഫോർമേഷൻസ് എല്ലാതും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള യൂസറിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം അതിനെ കാണുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. നോക്കാം. എൻകാപ്സുലേഷൻ ഓർ ഇൻഫോർമേഷൻ ഹൈഡിങ് ഈസ് എ പ്രിൻസിപ്പിൾ ബൈ വിച്ച് വി ഹൈഡ് ദ ഡാറ്റ ദാറ്റ് വി ഡോണ്ട് വാണ്ട് ദ യൂസർ. യൂസറിന് അറിയാത്ത ഡാറ്റകളിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. To see and show the data that we want to see. Okay, അപ്പൊ ഏതൊക്കെ ഡാറ്റയാണ് കാണുന്നത് എന്നുള്ളത്
മാത്രം യൂസറിനെ കാണിക്കുന്നതിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇതിലും എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാർ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ കാർ എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തത്തിൽ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് ഒരു ഗുളികയായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ കാർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു പുറം ഭാഗം എന്താണ്, പല രീതിയിലുള്ള കണ്ടന്റുകൾ തന്നെ ക്യാപ്സ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി പാർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതെല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പുറം മൂടി വെച്ച കാറിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഇത് കാറാണ്, ഇത് ഇങ്ങനെയാണ് ഓടിക്കേണ്ടത് മാത്രമാണ് അറിയേണ്ടത്. അതിന്റെ മോഡൽ എന്താണ്, സ്പീഡ് എന്താണ്, എഞ്ചിൻ, സ്പീഡ് ലിമിറ്റ്, ഡ്രൈവ്, ഇതിന്റെ എല്ലാം ഫംഗ്ഷനും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മോഡൽ ഏതാണോ, എത്ര സ്പീഡിൽ ഇത് പോവും എന്നുള്ളതും മാത്രം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് അറിയേണ്ട ആവശ്യം വരുന്നുള്ളൂ. Okay, encapsulation in Java is a fundamental object-oriented principle or programming that combines the data and the methods in a class. അപ്പോൾ ഒരു ക്ലാസ്സിലെ ഡാറ്റേനെ മെത്തേഡ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഊപ്സിന്റെ കൺസെപ്റ്റിൽ എൻകാപ്സുലേഷൻ വരുന്നത്. It allows implementation details to be hidden while exposing a public interference for interaction. Okay, ഇന്ററാക്ഷന് വേണ്ടിയിട്ട് പബ്ലിക് ആയിട്ടൊരു ഫീച്ചർ എക്സ്പോസ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഹൈഡിങ് ദ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റുകളുടെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഇംപ്ലിമെന്റേഷൻ എന്താണ് ഇവിടെ ഹൈഡിങ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എൻകാപ്സുലേഷൻ ഈസ് ഹൈഡിങ് പാർട്ട് ഓഫ് ഇംപ്ലിമെന്റേഷൻ ദാറ്റ് ഡു ഇന്റേണൽ തിങ്സ് ആൻഡ് ദീസ് ഹിഡൻ പാർട്സ് ആർ നോട്ട് കൺസിഡർഡ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെ വീണ്ടും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് മാത്രം. അതായത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഹിഡൻ ആക്കി നിർത്തിയിട്ട് ആവശ്യമുള്ളതിന് മാത്രം എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ enables you to combine data structure and behavior in a single entity. ഓക്കെ, അപ്പൊ ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നേരത്തെ ആ ഒരു സ്ട്രക്ചറിലൂടെ കാണിച്ചത്, കണ്ടോ? ഇത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. എൻകാപ്സുലേഷൻ ഹെൽപ്സ് ഇൻ സിസ്റ്റം എൻഹാൻസ്മെന്റ്. അപ്പൊ സിസ്റ്റം എൻഹാൻസ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻകാപ്സുലേഷൻ. ഇനി അടുത്തതാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റിൽ നിന്ന് പുതിയ ഒരു കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇൻഹെറിറ്റൻസ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എ മെത്തഡ് ഫോർ ക്രിയേറ്റിംഗ് ന്യൂ ക്ലാസസ് ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റിംഗ് ക്ലാസ്. കണ്ടോ, ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ദാറ്റ് അലൗസ് പ്രോഗ്രാമേഴ്സ് ടു റീയൂസ് കോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് റീയൂസ് ചെയ്യാൻ പറ്റും. എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ് ആൻഡ് ക്രിയേറ്റ് ഹയറാർക്കീസ് ഓഫ് ക്ലാസ്. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ ഹയറാർക്കീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് അത് നമുക്ക് എന്താണ് അതിനെ ഒന്നും കൂടെ, അതായത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് അതിന്റെ ബിഹേവിയറും അതിന്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ, ക്ലാസ് എ എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ബേസ് ക്ലാസ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്ലാസ്സുകളാണ് എന്ത്, ബി, സി, ഡി എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ് ആണ്, ബേസ് ക്ലാസ് ആണ്. ഇത് സി എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ്, ബിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷെ അതും ഒരു ബേസ് ക്ലാസ് ആണ്. കാരണം എന്താണ്, ഡി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്ലാസ്സും ഇവിടെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതൊരു ബേസ് ക്ലാസ് അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇൻഹെറിറ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. During modeling, we look at the resulting classes and try to group similar classes together so that code reuse can be enforced. Okay, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ റീയൂസിങ് വരുന്നത് മെത്തേഡ്. ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ഹാവ് വെരി ക്ലോസ് അസോസിയേഷൻ. അപ്പൊ ഇവിടെ ജനറലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് ഇൻഹെറിറ്റൻസിന്റെ കേസും വരുന്നത്. ജനറലൈസേഷൻ ഈസ് യൂസ്ഡ് ടു റെഫർ ദ റിലേഷൻഷിപ്പ് എമംഗ് ക്ലാസ്. ഒരു ക്ലാസ്സിലെ എന്താണ് റിലേഷൻസിനെ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ജനറലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ എന്താണ്, ഈസ് യൂസ്ഡ് ഫോർ ഷെയറിംഗ് ആട്രിബ്യൂട്ട്സ്. ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ നിന്ന് ഇപ്പോ ഈ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഡിറൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് ബി എന്ത് ചെയ്യാണ്, എല്ലാം ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിലത്തെ എല്ലാ ആട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസും എന്താണ് ഷെയറബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലാസ് എയിൽ ഇപ്പോ എന്താണ് ഒരു ഫംഗ്ഷൻ ആഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ആഡ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത് കൊണ്ട്. മനസ്സിലായോ?
അങ്ങനെയാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ് ഇവിടെ നടക്കുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഹെറിറ്റൻസ്, ജനറലൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ആർ ടു ഫേസസ് ഓഫ് എ കോയിൻ. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ജനറലൈസേഷൻ സ്പെഷ്യലൈസേഷൻ ഇവിടെ എന്താണ്, ഒരു കോയിന്റെ രണ്ട് പുറം പോലെയാണ്. കാരണം എന്താണ്, ഇറ്റ്സ് എ സബ് ക്ലാസ് ഈസ് സീൻ ഫ്രം എ സൂപ്പർ ക്ലാസ്. സബ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ ക്ലാസ്. അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്ന ക്ലാസ്സിൽ നമ്മൾ സബ് ക്ലാസ് എന്ന് പറയണം. subclass. The subclass is seen as a specialized version of the superclass. Okay, അപ്പൊ ഈ ഒരു സൂപ്പർ ക്ലാസിന്റെ സ്പെഷ്യലൈസ്ഡ് വേർഷൻ ആയിട്ടാണ് ആരെന്നെ കാണുന്നത്, സബ് ക്ലാസ്സുകളെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ജനറൽ ഫോം ഓഫ് എ സബ് ക്ലാസ് ആണ്. അപ്പൊ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ ക്ലാസ്സുകളെയാണ് സൂപ്പർ ക്ലാസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ സബ് ക്ലാസിന്റെ ഒരു ജനറൽ ഫോം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ താഴെ ഇനിയൊരു നമുക്കൊരു ഫിഗർ വരുന്നുണ്ട്. ആ ഫിഗർ നോക്കാം. ദ ഡയഗ്രം ഇൻ ദ ഗിവൺ ഫിഗർ. In this diagram, circle, triangle and square classes are inherited from the shape class. അപ്പൊ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയറിൽ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ കേസ് ഓഫ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ബിക്കോസ് ഹിയർ ആർ വൺ ഇൻഹെറിറ്റൻസ് ഫ്രം ഓൺലി വൺ ക്ലാസ്. ഓക്കെ, ഇവിടെ ഒരു ഇൻഹെറിറ്റൻസ് ആണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ സിംഗിൾ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കാം, ഈ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൂടി ഉണ്ട്. അതിനകത്ത് ഡ്രോയും ഇറേസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ് സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ക്ലാസ്സുകൾ ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ക്ലാസ്സിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫംഗ്ഷൻ ആണ് ഡ്രോ ആൻഡ് ഇറേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് നോക്കും, ഫ്ലൈ തിങ്സ്, റൺ തിങ്സ്. അപ്പൊ ഫ്ലൈ തിങ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് എയറോപ്ലെയിനും ഹെലികോപ്റ്ററും രണ്ടും എന്താണ്, ഫ്ലൈ തിങ്സിൽ കൺസിഡർ ചെയ്യുന്നു. ഇനി റൺ തിങ്സിൽ കൺസിഡർ ചെയ്യുന്ന നോക്കിക്കേ, എയറോപ്ലെയിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഹെലികോപ്റ്ററിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ ക്ലാസ്സിൽ നിന്നാണ് ബാക്കി സബ് ക്ലാസ്സുകൾ ഉണ്ടായത്. ഇവിടെ രണ്ട് മൾട്ടിപ്പിൾ ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കണം. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എന്താണ്, ഒരു ഭയങ്കര ഇൻഹെറിറ്റൻസ് പോലെ തന്നെയാണ്, ഒരു ക്ലാസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പോളിമോർഫിസം ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇൻഹെറിറ്റൻസ്. When one class inherit from another, then polymorphism allows a subclass to stand for the സൂപ്പർ ക്ലാസ്. അപ്പൊ പോളിമോർഫിസം എന്താണ്, പോളിമോർഫിസം എന്ന് പറയണമെങ്കിൽ ഒരു ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യണം, ഒന്നിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പോളിമോർഫിസം അലോസ് എ സബ് ക്ലാസ്. പോളിമോർഫിസത്തിൽ എന്താ ഉണ്ടായിരിക്കുക, ഒരു സബ് ക്ലാസ്സിനെ അലോ ചെയ്തിട്ടുണ്ടായിരിക്കും ടു സ്റ്റാൻഡ് ഇൻ ഫോർ ദ സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ്സിനെ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സബ് ക്ലാസ് അവിടെ അലോ ചെയ്തിട്ടുണ്ടായിരിക്കും. The class inheritance is the deciding factors in the case of more than one implementation of characteristics. ഒരു ക്യാരക്ടറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇംപ്ലിമെന്റേഷൻസ് വരുന്ന ഒരു ഹൈറാർക്കിയിൽ നമുക്ക് എന്താണ്, പോളിമോർഫിസത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അതൊന്നല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ, ഹ്യൂമന് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താണ്, കാൽക്കുലേറ്ററിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, അല്ലെ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മെഷീൻ ആയാലും എന്താണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ കാൽക്കുലേറ്റ് എന്നുള്ളൊരു സൂപ്പർ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സബ് ക്ലാസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹ്യൂമൻ ആവാം, അല്ലെങ്കിൽ അതൊരു കാൽക്കുലേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഇംപ്ലിമെന്റേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇംപ്ലിമെന്റേഷൻസ് വരുന്നത്. Polymorphism makes maintenance more manageable because the calling code is need not be modified when new class is added. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ന്യൂ ക്ലാസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്, മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Polymorphism allows your application to be more flexible and less resistant ടു ചേഞ്ച്. അതായത് ഇവിടെ കൂടുതലും എന്താണ്, മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത ക്ലാസ് പുതിയത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം, പക്ഷെ അവിടെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടെ എന്താണ്, പോളിമോർഫിസം എന്ന് പറയുന്നത് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആണ്.
ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു ഫിലോസഫി ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ സ്ട്രക്ചറും ബിഹേവിയറും എന്താന്നൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാതും ഓക്കെ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.